CVT വാഹനത്തിന് മൈലേജ് ഇല്ല. പക്ഷേ കമ്പനി ഒടുക്കത്തെ മൈലേജ് പറയുന്നുണ്ട്, നമുക്കൊന്നും മൈലേജ് കിട്ടുന്നില്ല. എന്താണ്? അതാണ് എല്ലാവരുടെ ഒരു സംശയം. എന്താണ് എന്ന് ഉദ്ദേശിക്കുന്നത് ബെൽറ്റ് പൊട്ടിപ്പോകില്ലേ എന്ന് സംശയമുള്ള ആൾക്കാരോട് ഇതിനകത്ത് മെറ്റൽ ബെൽറ്റ് ആണ് വരുന്നത്. നമസ്കാരം, ഞാൻ രാകേഷ് MG ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു CVT വാഹനമാണ്. നമുക്ക് ഗിയർ ലിവർ കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. PRNDL. ഈ പലർക്കും സംശയം വരുന്നൊരു കാര്യമാണ്. P എന്ന് പറഞ്ഞാൽ പാർക്ക് മോഡ്, R എന്ന് പറഞ്ഞാൽ റിവേഴ്സ് മോഡ്, N എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ മോഡ്, D എന്ന് പറയുമ്പോഴത്തേക്കും ഡ്രൈവ് മോഡ്. എന്താണ്? അതാണ് എല്ലാവരുടെ ഒരു സംശയം. എന്താണ് എന്ന് ഉദ്ദേശിക്കുന്നത് ലോ ഗിയർ എന്നാണ്. അതായത് നമുക്കൊരു ഫസ്റ്റ് ഗിയർ അഥവാ സെക്കൻഡ് ഗിയർ, ഫസ്റ്റ് ഗിയർ എന്ന് തന്നെ പറയാൻ സാധിക്കും. അപ്പോൾ മോഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ വാഹനത്തിൻ്റെ മൈലേജ് കിട്ടണമെങ്കിൽ. ഇതൊരു CVT വാഹനമാണ്, കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ എന്ന് പറയാൻ സാധിക്കും. ബെൽറ്റ് യൂസ് ചെയ്താണ് ഈ വാഹനം ഡ്രൈവ് ചെയ്യുന്നത്. ബെൽറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ബെൽറ്റ് പൊട്ടിപ്പോകില്ലേ എന്ന് സംശയമുള്ള ആൾക്കാരോട് ഇതിനകത്ത് മെറ്റൽ ബെൽറ്റ് ആണ് വരുന്നത്. നമ്മുടെ സാധാരണ സ്കൂട്ടേഴ്സിനൊക്കെ വരുന്ന പോലെ റബ്ബർ ബെൽറ്റ് അല്ല വരുന്നത്, മെറ്റൽ ടൈപ്പ് ബെൽറ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് ഇതിന് ലൈഫ് ടൈം വാറണ്ടി പറയുന്നുണ്ട്, അല്ലെങ്കിൽ ലൈഫ് ടൈം എന്ന് തന്നെ പറയാൻ സാധിക്കും. അത് അങ്ങനെ ഇങ്ങനെ ഒന്നും പൊട്ടിപ്പോകുന്നൊരു സംഭവമല്ല. പക്ഷേ ഈ വാഹനം ഓടിക്കുന്ന പലരുടെയും പ്രശ്നമാണ് CVT വാഹനത്തിന് മൈലേജ് ഇല്ല. പക്ഷേ കമ്പനി ഒടുക്കത്തെ മൈലേജ് പറയുന്നുണ്ട്, നമുക്കൊന്നും മൈലേജ് കിട്ടുന്നില്ല. ഇങ്ങനെ പറയുന്ന ആൾക്കാരും ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഈ വാഹനം ഓടിക്കേണ്ട ഒരു രീതിയുണ്ട്. ആ ഒരു രീതിയിൽ നിങ്ങൾ ഈ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വാഹനത്തിന് 100% കമ്പനി പറയുന്നതിനെ കഴിഞ്ഞ് മൈലേജ് കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് തരാം. വളരെ സിമ്പിളായിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ബാക്കിൽ, അതായത് ലിവർ മാറ്റാൻ വേണ്ടി ബാക്കിലൊരു സ്വിച്ച് വരുന്നുണ്ട്. ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് നമുക്ക് നേരെ ഡ്രൈവ് മോഡിലോട്ട് അഥവാ D മോഡിലോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും D ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ ഇൻഡിക്കേറ്റർ ഇട്ട് ഞാൻ റോഡിലോട്ട് ഇറങ്ങുകയാണ്. അപ്പം ഞാൻ ഇവിടെ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, മിക്ക CVT വാഹനങ്ങളിലും RPM മീറ്റർ വരുന്നുണ്ട്. ഈ ഒരു RPM മീറ്റർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു RPM മീറ്റർ നോക്കി വാഹനം ഓടിച്ചാൽ, അതായത് ഞാനൊരു 2000 RPM മുകളിലോട്ട് കൊണ്ടുവരുന്നില്ല. ശ്രദ്ധിച്ചോണം, ഞാൻ പതുക്കെ ആക്സലറേറ്റ് ചെയ്യുന്നുള്ളൂ. 2000 RPM ഇപ്പോൾ ഏകദേശം 40 കിലോമീറ്റർ സ്പീഡ് വന്നിരിക്കുന്നത്. ശ്രദ്ധിച്ചോണം, സ്പീഡ് ഇപ്പോൾ കൂടുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്രാജുവലി കൂടി വരുന്നത്. അതായത് ഇപ്പം ഏകദേശം 60 ആയിട്ടുണ്ട്. 50 കിലോമീറ്റർ ആകുന്നു. പിന്നെ വഴിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ കാരണമാണ് സ്പീഡ് കുറയ്ക്കേണ്ടി വരുന്നത്. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. ഏകദേശം 40 കിലോമീറ്റർ സ്പീഡിൽ എത്തിയപ്പം എൻ്റെ വാഹനത്തിൻ്റെ RPM 1000-ന് തൊട്ട് മേളിൽ, അഥവാ ഒരു 1100 RPM ഒക്കെ ആയപ്പോഴേക്കും ഞാൻ ഈ പറയുന്നത് പോലെ ഒരു 40 കിലോമീറ്റർ സ്പീഡ് അച്ചീവ് ചെയ്തായിരുന്നു. അതായത് ഒരു 40 കിലോമീറ്റർ സ്പീഡ്. ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ, അതായത് 40 തന്നെ ഓടിക്കണമെന്ന് ഒരു കാരണവശാലും ഞാൻ പറയത്തില്ല. കാരണം നമ്മുടെ റോഡ് കണ്ടീഷനിൽ 40 ഓടിക്കാനുള്ള സാഹചര്യം ഇല്ല. അല്ലെങ്കിൽ പുറകെ വരുന്നവൻ ഹോൺ അടിച്ച് നമ്മളെ നശിപ്പിക്കും. അതുകൊണ്ട് ആ ഒരു കാര്യം വേണ്ട. പക്ഷേ ഒരു 60ക്ക് താഴെ നിൽക്കുന്ന രീതിക്ക് നിങ്ങൾ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നല്ല മൈലേജ് കിട്ടും. ഇപ്പം ഞാൻ ഈ വാഹനം ഓടിക്കുന്നൊരു സ്പീഡ് ഒന്നുകൂടെ ഒന്ന് കാണിച്ചാൽ ഏകദേശം 50 അടുക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ RPM നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഏകദേശം 1500 RPM ഞാൻ ഏകദേശം ഒരു 60 അടുക്കാറായി. കണ്ടോ, ഇപ്പം 60 തൊട്ടിട്ട് പോലും എൻ്റെ RPM നിൽക്കുന്നത് 1000 RPM 60 കിലോമീറ്റർ സ്പീഡ്. അതായത് 60 കിലോമീറ്റർ സ്പീഡ് ഞാൻ ആയിരിക്കുന്നത് 1000 RPM. ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കമ്പനി പറയുന്നതിനെ കഴിഞ്ഞ് മൈലേജ് കിട്ടുമെന്ന് ഞാൻ 100% ഗ്യാരണ്ടി തരാം. പിന്നെ എന്തുകൊണ്ട് ഇവിടെ മൈലേജ് നമുക്ക് കുറയുന്നു അഥവാ മൈലേജ് കിട്ടാതെ വരുന്നു എന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം എൻ്റെ വാഹനത്തിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 20 ആണ്. ഞാൻ സ്പീഡിൽ പോവുകയാണ്, സ്പീഡ് കൂട്ടാൻ വേണ്ടി. ഇപ്പം നിങ്ങൾ കണ്ടോണം 3000 RPM അടുത്തെത്തി, 40 കിലോമീറ്റർ സ്പീഡായി. എന്നാലും 2000-ന് മേളിലാണ് നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ, അതായത് വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് 40 അല്ലെങ്കിൽ 50 കിലോമീറ്റർ സ്പീഡ് അച്ചീവ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ കയറി ഈ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ മൈലേജ് അഥവാ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടില്ല. 100% നിങ്ങൾക്ക് കിട്ടില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട, കിട്ടത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആക്സലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനത്തിന് RPM കയറുമെന്നല്ലാതെ സ്പീഡ് കിട്ടത്തില്ല. അതായത് ടോർക്ക് കൂടുതൽ ചെല്ലും, സ്പീഡ് വരത്തില്ല. ടോർക്ക് കൂടുതൽ വന്നു കഴിഞ്ഞാൽ വലിച്ചുകൊണ്ട് പോകുമെന്നല്ലാതെ മൈലേജ് കിട്ടത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വളരെ ഗ്രാജുവലായിട്ട് ആക്സലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ CVT വാഹനത്തിന് നല്ല രീതിക്ക് ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടും. 100%, 100-ൽ 100% ഉറപ്പ് ഞാൻ പറയുന്നു. ഈ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇനി നമ്മുടെ മോഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ Lലോട്ടിട്ടു.
നമുക്ക് ഈ മീറ്ററിലും L ആയത് കാണാൻ സാധിക്കും. ഇനി ഞാൻ കാണിച്ചു തരാം L മോഡ് ഇട്ട് നമ്മുടെ ഈ സാധാരണ വഴി കൂടെ ഓടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. യെസ്, ഞാൻ ഓടിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ RPM കൂടും, പക്ഷെ സ്പീഡ് കയറാൻ പാടാണ് കേട്ടോ. വെറുതെ RPM കയറിക്കൊണ്ടിരിക്കുന്നല്ലാതെ സ്പീഡ് കയറുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ L മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഗിയർ ആണ്. അതായത് ഏകദേശം ഒരു സെക്കൻഡ് ഗിയർ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അഥവാ ഫസ്റ്റ് ഗിയറിന് കഴിഞ്ഞും കുറച്ചുകൂടെ ഒന്ന് കയറി, അതായത് സെക്കൻഡ് ഗിയർ തന്നെ ഒരു നല്ല കുത്തനെയുള്ള കയറ്റം കയറുകയാണ്. ആ കയറ്റമൊക്കെ കയറുന്ന സമയത്ത് നല്ല കുത്തനെയുള്ളൊരു കയറ്റം കയറുമ്പോൾ നിങ്ങൾ L മോഡിൽ ഇടുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ കുറച്ച് പേരെങ്കിലും ചോദിക്കുക, അത് ഡീലിട്ട് ഞാൻ സ്ഥിരം കയറുന്നതാണല്ലോ, കുഴപ്പമില്ലല്ലോ. കയറാം, പക്ഷേ നമുക്ക് ഇച്ചിരി സ്പീഡ് കുറച്ച് പോകണം. അഥവാ നല്ല കുത്തനെയുള്ള കയറ്റത്തിൽ വലിമടുപ്പോ അല്ലെങ്കിൽ അത് ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല വാഹനം ഓടിക്കുന്നതിൽ. നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ വാഹനം കയറാനൊരു പാട് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് L മോഡ് ഇടാം. ഇനി അടുത്തൊരു കേസ്, നിങ്ങൾ വാഹനം ഒരു ഇറക്കം ഇറങ്ങി വരികയാണ്, ഒരു ഹൈ റേഞ്ച് ഇറക്കം ഇറങ്ങി വരികയാണ്, ഡീലിട്ടാണ് വരുന്നതെങ്കിൽ അത്യാവശ്യം നല്ല സ്പീഡ് വരും. ആ ഒരു സ്പീഡ് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ നേരെ L മോഡിലോട്ട് ഇട്ടിട്ട് വാഹനം ഇറക്കം ഇറങ്ങി നോക്കുക. ബ്രേക്കിംഗ് എഫിഷ്യൻസി നമുക്ക് വളരെ നന്നായിട്ട് കിട്ടുകയും ചെയ്യും. വാഹനം ഓവറായിട്ടുള്ള സ്പീഡും എടുക്കുന്നതായിരിക്കത്തില്ല. അതുകൊണ്ട് ഇറങ്ങുമ്പോൾ ഇത് ഇടണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നല്ല കുത്തനെയുള്ള ഇറക്കമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് L മോഡിലോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഒരു കാര്യം കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം, L മോഡ് ഇട്ട് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി കുറയും. 100% എഫിഷ്യൻസി കുറയുന്നതായിരിക്കും. പ്രത്യേകിച്ച് എല്ലാവരും പറയുന്ന പോലെ ഈ വാഹനത്തിന് മൈലേജ് ഇല്ല എന്നും കൂടെ കുറ്റം പറയുന്ന സ്ഥിതിക്ക് ഇത് L മോഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നിങ്ങൾക്ക് ഫ്യൂവൽ എഫിഷ്യൻസി കുറയുന്നതായിരിക്കും. അതുകൊണ്ട് ആ ഒരു കാര്യം കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇനി അടുത്തൊരു കാര്യം, ഗിയർ ലിവർ നോബിൻ്റെ സൈഡിലായിട്ട് ഒരു സ്വിച്ച് വരുന്നുണ്ട്. എത്ര പേര് കണ്ടിട്ടുണ്ട്? ഈ കാണുന്ന S എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന സ്വിച്ച് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? എന്തിനാണ് ആ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്? ആ സ്വിച്ച് കൊടുത്തിട്ട് അല്ലെങ്കിൽ ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും വലിയ മാറ്റമൊന്നും വരുന്നില്ലല്ലോ എന്ന് പലർക്കും ഒരു തോന്നൽ വരും. പക്ഷേ നമുക്ക് ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ D എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു S എന്ന് പറയുന്ന ഒരു സംഗതി വരുന്ന എല്ലാവർക്കും കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ് S എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ വാഹനം സാധാരണ രീതിക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 50 കിലോമീറ്റർ സ്പീഡ്, 50+ ഉണ്ട്, 50+ കിലോമീറ്റർ സ്പീഡും RPM വരുന്നത് 1000 RPM പോകുന്നത്. ഇപ്പോൾ നല്ല ഫ്യൂൽ എഫിഷ്യൻസി ഈ വാഹനത്തിന് ഇപ്പോൾ കിട്ടുന്നൊരു ടൈമാണ്. ഇപ്പം ഞാൻ S ഒന്ന് ഓണാക്കി, ഇപ്പോൾ RPM കയറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ, RPM കയറുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നല്ല രീതിക്ക് എനിക്ക് ഈ വാഹനത്തിന് സ്പീഡ് ഇങ്ങനെ കയറ്റാൻ പറ്റും. അതേ സ്ഥാനത്ത് ഞാൻ S ഓഫാക്കി കഴിഞ്ഞാൽ RPM താഴെ പോയി ഫ്യൂവൽ എഫിഷ്യൻ്റായിട്ട്, അതായത് നല്ല ഫ്യൂവൽ എഫിഷ്യൻ്റായിട്ട് എനിക്കിപ്പോൾ ഈ വാഹനം ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നല്ല രീതിക്ക് റവ് ചെയ്ത് ഈ വാഹനം ഓടിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് റവ് ചെയ്ത് ഓടിക്കുക എന്ന് ഉദ്ദേശിച്ചത് നല്ല സ്പീഡിലെടുത്ത്, അതായത് നല്ലൊരു RPM കയറ്റി ഓടിക്കണമെന്നൊരു ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്, പെട്ടെന്ന് അതായത് നല്ല ഹൈ സ്പീഡിൽ എത്തിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ S മോഡ് ഓണാക്കി ഇടുക. ഇനി അതല്ല, നല്ല ഫ്യൂൽ എഫിഷ്യൻസി കിട്ടണം, മര്യാദയ്ക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ D മോഡിലിട്ട് വളരെ ഗ്രാജുവലായിട്ട് ആക്സിലറേറ്റ് ചെയ്ത് ഓടിക്കുക എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു മൈലേജ് തരുന്ന വാഹനമാണ് ഈ CVT. എന്നാൽ കൂടുതൽ ആക്സിലറേറ്റ് ചെയ്ത് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള മൈലേജും കൂടെ കളയുന്നൊരു വാഹനമാണ് CVT എന്ന് പറയുന്നത്. അപ്പം ഏകദേശം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിലൊരു കമൻറ്റും കൂടെ ഇട്ടേക്കുക.